ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച എന്ന റിപ്പോർട്ട്. ജയിൽ ഡിഐജി ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സുരക്ഷാ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശ. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയും. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ രാത്രി 12 മണിക്ക് ശേഷം ജയിലിനുള്ളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായില്ലെന്നാണ് ജയിൽ ഡിഐജിയുടെ കണ്ടെത്തൽ. സെല്ലിൽ നിന്ന് ഇറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിലൂടെ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും ഇത് തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല. 6 മാസമായി ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനവും പ്രവർത്തനരഹിതമായിരുന്നു. ഇക്കാര്യം ജയിൽ അധികൃതർ മേലധികാരികളെ രേഖാമൂലം അറിയിച്ചിരുന്നില്ല. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം നേരത്തെ കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദച്ചാമിക്ക് ജയിലിനകത്ത് നിന്നോ പുറത്തുനിന്നോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചുവോ എന്നതിൽ അന്വേഷണം വേണമെന്നും ഉത്തരമേഖലാ ജയിൽ ഡിഐജി വി ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴിതെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല. ജയിൽ ചാടിയാൽ 6 മാസം മാത്രം കൂടുതൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്ന സഹതടവുകാരന്റെ ഉപദേശവും ജയിൽ ചാട്ടത്തിന് പ്രേരണയായി. സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദച്ചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.